ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിനു അലി വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പനങ്ങാങ്ങര എന്ന സ്ഥലത്ത് നമ്മുടെ കസിൻ്റെ ഒരു വീടാണ് ഹോം ടൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് ഏകദേശം 1 കോടിയുടെ അടുത്തായിട്ടുണ്ട്. 2850 സ്ക്വയർ ഫീറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഒരു ഫ്രണ്ട് ലുക്കായിട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഏരിയ ആണ്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഡിസൈൻ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് വെളിച്ചം വരാനും അതുപോലെ ചെടികൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടുള്ള ഈ പില്ലേഴ്സിൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹോൾസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു പില്ലേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. നേരെ സിറ്റ് ഔട്ടിൽ കയറി വരുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാൻ വേണ്ടി ചെയർസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കുഞ്ഞു ടേബിളും കൂടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോകാം. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹാളിനോട് ചേർന്നിട്ട് തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ലിവിങ് റൂമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മുകളിൽ ഇൻറ്റീരിയർ വർക്ക്സ് വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ സോഫയുടെ ഒരു കളർ കോംബോ ആണെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ കളറിലാണ് നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു ലൈറ്റ് കളർ കോംബോയിലാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോഫയുടെ സൈഡിലായിട്ടൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ വെറുതെ ബ്ലാങ്കായിട്ട് കിടക്കാതെ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാളിൻ്റെ സൈഡിലായിട്ട് വോളിൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ LED വെച്ചിട്ട് വുഡനിൽ ചെയ്തതാണ്. ഇത് നല്ലൊരു അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ കുഞ്ഞു ഗോൾഡൻ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാളിലുള്ള ഈ ഒരു ജിപ്സം വർക്ക്സ് ചെയ്തിട്ടുള്ളത് വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വുഡനിൽ പെയിൻറ് വെച്ചിട്ടാണ് ഇത് കൂടുതൽ മനോഹരമാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഇൻറ്റീരിയർ യൂസ് ആക്കിയിട്ടുള്ളത് 710 ഗ്രേഡുള്ള മറൈൻ പ്ലൈ വെച്ചിട്ടാണ്. ഇത് ലാമിനേറ്റ് ചെയ്തതാണ് മൈക്ക് കൊണ്ട്. ഹാളിൻ്റെ സ്റ്റെയർകേസിൻ്റെ സൈഡിലായിട്ടാണ് വാഷ് ബേസ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഷ് ബേസ് ആണ്. LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുള്ളൊരു വാഷ് ബേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു ഷെൽഫ് കൊടുത്തതിനാൽ നമുക്ക് ഒത്തിരി സ്പേസ് കളയാത്ത രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഈ ഹാളിൻ്റെ റൈറ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമും അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു റൂം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സും അതുപോലെ ജിപ്സം വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ളത് വുഡനിലാണ്. അപ്പോൾ ഈ കട്ടിലിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ല വലിയൊരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ സ്പേസ് കളയാത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്.
അതുപോലെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു മിററും ചെയ്തിട്ടുണ്ട്. ഈ കട്ടിലിൻ്റെ 2 സൈഡിലായിട്ടും വുഡനിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ LED ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴത്തെ ഫ്ലോറിലുള്ള ടൈല് വന്നിട്ട് മാർബിളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ബാത്റൂമുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂം തന്നെയാണ് സെറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ കളർ കോംബോ വരുന്നത്. ഇനി നമുക്ക് ഈ ഹാളിൽ താഴെയുള്ള സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ വീടിന് ടോട്ടലി 3 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമും അതുപോലെ മുകളിൽ 1 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. ഈ റൂമും അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു റൂം തന്നെയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളതും വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ റൂമും അതുപോലെ ഈ വീടിൻ്റെ ഒരു പെയിൻറ്റ് കോംബോ വന്നിട്ട് ഏഷ്യ റോയൽ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലൈറ്റ് ക്രീം കളർ ഷെയ്ഡാണ് യൂസ് ആക്കിയിട്ടുള്ളത്. കട്ടിലിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് മൈക്ക ഉപയോഗിച്ചിട്ടാണ് ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ മുകളിലായിട്ട് ഒരുപാട് LED ലൈറ്റ്സ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഹാളിലോട്ടാണ്. ഹാളിൻ്റെ സൈഡിലായിട്ട് ഒരു പ്രയർ റൂമാണ് കൊടുത്തിട്ടുള്ളത്. പ്രയർ റൂമിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നേരെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയൊരു ലിവിങ് റൂമാണ്. ഇതൊരു അത്യാവശ്യം നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ലിവിങ് റൂമായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയും അത്യാവശ്യം സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡിലാണ് ഈ സോഫ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുഞ്ഞു ടേബിളും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിളും വുഡനിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടേബിളാണ്. ഈ ഒരു മാസ്റ്റർ ലിവിങ് റൂമിൽ 2 വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ വുഡനിൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാവുന്നതാണ്. വീണ്ടും നമ്മൾ മാസ്റ്റർ ലിവിങ് റൂമിൽ നിന്നും നേരെ വരുന്നത് ഹാളിലേക്കാണ്. ഇവിടെ നിന്ന് വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള അതുപോലെ വാഷ് ബേസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു ബാത്റൂമാണ്. ഇനി നമ്മൾ ഹാളിൻ്റെ ഏറ്റവും സൈഡിലായിട്ടാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക തരം ഗ്ലാസ് കൊണ്ടാണിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ കോംബോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സ്കൈ ബ്ലൂ ലൈറ്റ് ആൻഡ് ഷെയ്ഡിലാണിത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ടേബിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടുള്ള സെക്കൻഡ് ഫ്ലോറിലാണ് പോകാനുള്ളത്. സോ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് സ്റ്റെയർകേസിലോട്ടാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെയർകേസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അക്വേഷ്യ വുഡ് കൊണ്ടാണ് ഈ ഒരു സ്റ്റെയർകേസ് റെയിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റെയർകേസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിൽ വരുന്ന ഈ വുഡിൽ ഇടയിലായിട്ട് കൊടുത്തിട്ടുള്ളത് മാർബിൾ തന്നെയാണ്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള മാർബിളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. മാർബിൾ വിത്ത് അക്വേഷ്യൻ്റെ വുഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഒരു വിൻഡോ കാണുന്നുണ്ട്. അതിലൂടെ നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ പെർഗോള സെയിൻറ്റ് ഗോബൻ്റെ 12 mm പ്ലെയിൻ ഗ്ലാസ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് കൂളിംഗ് ഫിലിമാണ് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് വെയിലൊക്കെ വരുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂളിംഗ് ഫിലിം അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പം മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ളൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ടൊക്കെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും കാറ്റൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന മുകളിലുള്ള ഈ ടൈല് 4.5 ടൈലാണ് വെച്ചിട്ടുള്ളത്. സെമിറോ കമ്പനീൻ്റെ ഡിജിറ്റൽ ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഹാളിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ചെറിയൊരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ നന്നായിട്ട് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ബാൽക്കണിയിൽ നിന്നും നേരെ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ചെറിയ രീതിയിലൊരു ബാൽക്കണിയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വഴിയെ വരാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബെഡ്റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ റൂം കിഡ്സിൻ്റെ റൂമാണ്. അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ കോംബോ നോക്കിയാൽ മനസ്സിലാകും. ഒരു പർപ്പിൾ ആൻഡ് ക്രീം കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കിഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ റൂമിൻ്റെ കട്ടിലിനോട് സൈഡിലായിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വുഡനിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വൈറ്റ് ആൻഡ് വുഡൻ കളറിൽ ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബാണ്. മുകളിലെ ജിപ്സം വർക്ക്സിൽ ചെയ്തിട്ടുള്ള LED ലൈറ്റ്സ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കട്ടിലിൻ്റെ സൈഡിലായിട്ടൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഷെൽഫുകളാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ നമുക്ക് സ്പേസ് കളയാത്ത രീതിയിൽ നമുക്കിവിടെ ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലുള്ള ഹാളും റൂമും വരുന്നത്. ഇവിടുന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മുകളിലും നന്നായിട്ട് കാണാവുന്നതാണ്. അതുപോലെ താഴേക്കും നമുക്ക് എല്ലാ സൈഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഹാളിൽ നിന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബാൽക്കണിയും കൂടി ഉണ്ടെന്ന്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൻ്റെ വാളിലൊക്കെ ഒരുപാട് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണിയേക്കാളും ഒരുപാട് വലിയൊരു ബാൽക്കണി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ മുകളിലുള്ള എല്ലാ പോർഷൻസും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ പുറത്തുള്ള പെയിൻറ്റ് കോംബോ വന്നിട്ട് ഏഷ്യ അൾട്ടിമേറ്റ് ഡാർക്ക് ക്രീം കളറാണ് യൂസ് ആക്കിയിട്ടുള്ളത്. മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണിലോട്ടാണ്. കയറി വരുമ്പോൾ തന്നെ നല്ല വൈഡായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇത് വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് രീതിയിൽ നമുക്ക് ഷെൽഫ് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഷെൽഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒട്ടും സ്പേസ് കളയാതെ നല്ല യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ് അവിടെ ചെയ്തിട്ടുള്ളത്.
കിച്ചണിൻ്റെ ഒരു ഷെൽഫിൻ്റെ മുകളിലായിട്ട് ഓവൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ഡിഷ് വാഷർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓവണിൻ്റെ നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഫാബറിൻ്റെ ഹോബും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓവൺ അതുപോലെ ഗ്യാസ് സ്റ്റൗ ഡിഷ് വാഷറൊക്കെ ഒരു ബ്ലാക്ക് കളർ കോമ്പോയിലാണ് വന്നിട്ടുള്ളത്. ഗ്യാസ് സ്റ്റൗ വന്നിട്ട് ഒരു ക്രീം ആൻഡ് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെയായിട്ടൊക്കെ ഒരുപാട് ഷെൽഫ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ്. G7 സീരീസിലുള്ള നാനോ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് ബോയില ആക്ഷൻ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് വെള്ളം നനയുന്നൊരു പേടിയൊന്നും നമുക്കിതിൽ കിട്ടുന്നില്ല. കൂടാതെ ചെതൽ കയറും എന്നുള്ളൊരു പേടിയും നമുക്കിതിൽ കിട്ടുന്നില്ല. ഈ നാനോ വൈറ്റിൻ്റെ മുകളിലായിട്ടുള്ള ഈ ടൈല് വരുന്നത് മാർബോണൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ആഷ് കളറിലുള്ള മാർബോണൈറ്റാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ കിച്ചണിൻ്റെ ഒരു കളർ പെയിൻറ്റ് കോംബോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചം നന്നായിട്ട് ഈ കിച്ചണിലോട്ട് വരുന്നതാണ്. കൗണ്ടർ ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് സിങ്ക് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ കിച്ചണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കിച്ചണിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു വലിയ ഹോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ കിച്ചണിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിളും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെയേഴ്സ് വന്നിട്ട് വുഡനിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു ചെയർ സെറ്റാക്കിയിട്ടുള്ളത്. ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് വാഷ് ബേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പ്യുവർ വൈറ്റിലായിട്ടാണ് ഈ വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ മുകളിലായിട്ടുള്ള ഷെൽഫും വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന ഈ ഫ്രിഡ്ജിൻ്റെ നേരെ സൈഡിലായിട്ട് ഒരു വലിയൊരു വാർഡ്രോബ് പോലെ ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു ഷെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കിച്ചൻ്റെ ടൈല് വരുന്നത് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. ഇവിടെ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ആ ഹോളിൻ്റെ സൈഡിലായിട്ടൊരു വലിയ ഷെൽഫ് വരുന്നുണ്ട്. ഇത് ഏകദേശം കണ്ടാൽ നമുക്കൊരു ഫ്രിഡ്ജ് പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഇത് ഫ്രിഡ്ജല്ല. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു ഷെൽഫാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പൈസസും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷെൽഫാണിത്. അപ്പോൾ ഇതാണ് ഈ ഒരു കിച്ചണിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇസ്മി ജിനോലി സൈനിങ് ഫ്രം. താങ്ക് യു.